അതെ സംഭവം സ്ഥലത്തിന് കുറെ പോരായ്മകളൊക്കെ ഉണ്ട്. അതായത് എന്താ വെച്ചാൽ ഒന്നാമത് ഈ കാടും പടലവും വീട് വഴി മര്യാദക്കില്ല. എനിക്കിഷ്ടായി. അതായത് ഇവക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ പ്രകൃതി രമണീയം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാട്ടുമൂലയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇഷ്ടം. എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. സത്യത്തിൽ ഇവിടെ നിർബന്ധം ഒന്നാമത് ശുദ്ധമായ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റ കനാലിൽ വെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടെന്ന് ഞാൻ മുങ്ങിപ്പോണ കേസ്. മണ്ണടിക്കാലോ, മണ്ണടിക്കാം. മണ്ണ് എത്ര വേണേ ഞാൻ മണ്ണിടലൊന്നും പ്രാക്ടിക്കൽ അല്ല. ഒന്നാമത് സംഭവത്തിന് അത് പ്രയാസമാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ വഴി എന്നെ കണ്ടില്ലേ, ഇതിലെ ഗെയിലിന്റെ പൈപ്പ് പോകുന്നുണ്ട്. അതിന് റോഡ് ഇപ്പൊ വരും. ഇത്രയും ദൂരം, അതായത് ഏകദേശം ഒരു 1/2 ഏക്കർ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, റോഡ് നമ്മൾ ഉണ്ടാക്കണം. എന്നിട്ട് വേണം മറ്റേ റോഡിന് കണക്ട് ചെയ്യാൻ. ഇതൊക്കെ വണ്ടി കയറില്ല എന്നൊക്കെ കണ്ടായിരുന്നു. ആകെ പോട്ടെ, ഇപ്പൊ ഞാനിപ്പോ നമ്മളിപ്പോ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ എന്ത് വില തരണം നിങ്ങൾക്ക്? സെന്റിന് 3 ലക്ഷം റുപ്യ. ഈ 3 ലക്ഷം റുപ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം സ്ഥലത്തിന്റെ ഒന്നിച്ചുള്ള വിലയല്ല. സെന്റിന് 3 ലക്ഷം. സെന്റിന് 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ വന്നിട്ട് നാട്ടിലൊക്കെ അന്വേഷിച്ച് തൊട്ടടുത്ത് കച്ചവടം നടന്നിട്ടുള്ളത് 2 ലക്ഷത്തിന് ലാസ്റ്റ് നടന്നിട്ടുള്ളത്. ഞങ്ങളൊരു 2 ലക്ഷം റുപ്യ അങ്ങോട്ട് തരും സെന്റിന്. അത് അങ്ങനെയല്ല, ഞാൻ ഇപ്പോൾ ആകെ ഒരു തിടുക്കത്തിലായതുകൊണ്ടാണ് ഞാനിതിന്. അല്ലെങ്കിൽ എനിക്ക് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആദ്യമായിട്ടില്ലാത്ത വീട് പണി നടക്കുക, അവിടെ കൊടുക്കാണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു തിടുക്കത്തിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ സംശയിച്ചത്. അല്ലെങ്കിൽ ഈ പൗരാണികമായിട്ട് കിട്ടിയ പൈതൃകമായിട്ട് കിട്ടിയ ഞാൻ വിൽക്കൊന്നുമില്ല. 2.25 അടുത്തൊക്കെ ആയാലും 2.25 അടുത്ത് ഒരു മാന്യമായ വിലയാണ്. ഒരു കാര്യം ചെയ്യാം, 2.15. 2.25 2.15 10 റുപ്യാണ് കുറച്ച്. 2.15 15 സെന്റ് സ്ഥലം നമ്മൾ എടുത്തു. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അല്ലേ? അതിൽ ഉറപ്പിക്കാം. 15 എടുക്കും. 15 എടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉറപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു 10,000 റുപ്യ നാളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പൈസേനെ തീർക്കാനുള്ള അല്ലേ ഞാൻ പറഞ്ഞൊരു 10,000 റുപ്യ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. എന്നിട്ട് ഞങ്ങൾക്ക് ഈ ഇതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ബാങ്കിൽ കൊടുത്ത്, ഒരു ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിജക്ട് ചെയ്യും. അടുത്ത ബാങ്കിൽ കൊടുത്ത്, അടുത്ത ബാങ്കിൽ നിന്ന് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൊഫൈലൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ അവർ പൈസ തരുമ്പോൾ നിങ്ങൾക്ക് ബാക്കി പൈസ തരാം. ഓക്കെ ആണല്ലോ നിങ്ങൾ ഏതായാലും ചിലപ്പോൾ ഒരു 6 മാസം. അല്ല, നിങ്ങൾ ക്യാഷ് ആയിട്ടില്ല, കുറച്ച് ഒരു 3 ലക്ഷം 2, 3, 5, 6 ഒരു 2-3 ലക്ഷം റുപ്യ ക്യാഷ് ആയിട്ട് തന്നോടെ. സത്യം പറയാലോ, 10,000 റുപ്യ ആയിട്ടാ കച്ചവടം. പോയിക്കണോ ഒന്ന് പഞ്ചായത്ത് കയറി ഈ വഴിക്ക് വരുന്നത്. അതിലെ വിട്ടോ ഈ വഴി കൂടെ വരണ്ട, പോയിക്കോ. 15,000 റുപ്യ സ്ഥലം കച്ചവടത്തിന് വന്നേ.